ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് മുട്ട വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ വേണ്ടത് 2 മുട്ട വേണം. നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇനി ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത് ചെറുതാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ വേണം, ഒരു നുള്ള് പെരിഞ്ചീരകം, പിന്നെ പൊടികൾ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയുമാണ് വേണ്ടത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കോക്കനട്ട് ഓയിൽ, പെരിഞ്ചീരകം ഇടുക. അത് റെഡിയായതിന് ശേഷം നമുക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി, നമ്മൾ പച്ചമുളക്, ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ആഡ് ചെയ്തു. ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന കോക്കനട്ട് അതൊരു സ്പൂണൊക്കെ മതി. അത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. ഇത് 2 മുട്ടയുടെ അളവിനാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ 3 or 4 എടുക്കുമ്പോൾ ഇതനുസരിച്ചിട്ട് നിങ്ങളുടെ ഉള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തു. എല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പൗഡേർഡ് ഐറ്റം, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്ര ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മിക്സാക്കി ഇനി നമുക്ക് മുട്ട നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട നല്ലോണം ചിക്കി പൊരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ട നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. മുട്ട നല്ലോണം ചിക്കി. ഇതിനകത്ത് ഫ്ലേവർ എന്ന് പറയുന്നത് കുരുമുളകും പെരിഞ്ചീരകത്തിൻ്റെയും നല്ലൊരു ഫ്ലേവർ ഇതിൽ നിന്ന് വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.